guys, welcome back to our YouTube channel. Welcome back to our YouTube channel. Welcome back to YouTube channel. നമ്മൾ എത്ര നാളായി വീഡിയോ ഇട്ടിട്ട്? ഒത്തിരി നാളായല്ലേ. അപ്പൊ ഞങ്ങള് ഭയങ്കര ബിസി, സ്കൂള്, എക്സാം, ഹോസ്പിറ്റൽ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഇവിടെ 2 ദിവസം അവധിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി പോകാം അല്ലേ ചേച്ചാ? ഷോർട്ട് ഫിലിം ഒന്നും അതിന് പറയാൻ പറ്റത്തില്ല, അടിപൊളി പടം. ഒരു സിനിമ കണ്ടെന്ന് വേണം പറയാം, അതുപോലെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഇന്ന് പോയ ഷോർട്ട് ഫിലിം അല്ല, ഫിലിമിന്റെ പേര് റെഡ് ബലൂൺ ആണെന്നാണ് അല്ലേ ചേച്ചാ? റെഡ് ബലൂൺ. അപ്പൊ ഞങ്ങൾ ഇന്ന് ധനാമാളില് വെച്ചായിരുന്നു അതിന്റെ ഷോ ഉണ്ടായിരുന്നത്. എപ്പിക് സിനിമാക്സിൽ വെച്ചിട്ട് ഞങ്ങള് പോയിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാരും പോയി കണ്ടിട്ട് വന്നാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു സിനിമയായിരുന്നത്. അതെ, ദിയാച്ചിന്റെ ഇവാണ് കൂടെ പഠിക്കുന്ന കുട്ടി സാറ എന്ന് പറഞ്ഞ കുട്ടിസാറയുടെ എന്റർടൈൻമെന്റ്സ് അവര് ചെയ്ത മൂവിയാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് കുട്ടിസാറയുടെ ഫാദർ ലിജിനും അതേപോലെ ലിജിന്റെ ഫ്രണ്ട് വികാസ് എന്ന് പറഞ്ഞ ആളും ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വൈഫ് പ്രിയ ലിജിൻ. വളരെ നല്ലൊരു ഷോർട്ട് ഫിലിം എന്നല്ല, ഒരു മൂവി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ആദ്യം മുതൽ നമ്മളെ ശരിക്കും ഒരു ത്രില്ലർ മൂവി കാണുന്ന അതേ ഫീലില് അതിന്റെ BGM ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇറങ്ങിയിട്ട് അത് നല്ല രീതിയിൽ ഇത് ഫീൽ ചെയ്യുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇതൊക്കെയാണ്. നമ്മള് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ബെഹ്റിൽ തന്നെയുള്ള ആളുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബെഹ്റിൽ തന്നെ എടുത്തിരിക്കുന്ന മൂവിയാണ്. ഇത്രയും ചെറിയ ഇതില് സെറ്റപ്പില് മീൻസ് ചെറിയൊരു ഇത് ഇവിടെയുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് അവർ ആ മൂവി എടുത്തിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ആ രീതിയിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ഒരു മൂവി കാണുന്ന ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി, മ്യൂസിക്, സൗണ്ട്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് അതേപോലെ നാട്ടില് എടുത്തിരിക്കുന്ന സീൻസ് അങ്ങനത്തെ മൂവിയാണ്. ശരിക്കും നാട്ടിലെ മൂവിയായിട്ട് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് ഇവര് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു. ആ രീതിയിൽ നാട്ടിലെ മൂവിയാണ് കാണിച്ചിരിക്കുന്നത്. നാട്ടിലത്തെ ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ശരിക്കും നമ്മളൊരു സിനിമ കണ്ട ഫീൽ ഉണ്ട്. അതേപോലെ നല്ല അടിപൊളി സസ്പെൻസ്, അതേപോലെ ഇതിന് ഒരു 2ാം ഭാഗം വരുന്ന രീതിയിലാണ് അതിന്റെ ക്ലൈമാക്സ് എൻഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ത്രില്ലറാണ്. അതും ഉണ്ടാകുമെന്നാണ് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. അപ്പം അവരുടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇവരുടെ എഫേർട്ടിന് ഒരുപാട് പറയണം. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കും. ഇപ്പം അവരെങ്ങനെ അത് ബാക്കി മുന്നോട്ട് പ്രദർശിപ്പിക്കാന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്നാൽ പോലും പറ്റുന്നവരെല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല മൂവി, വളരെ നല്ല എഫേർട്ട്. അത് ശരിക്കും അവർ 2 വർഷത്തോളം അവർ കഷ്ടപ്പെട്ട് എടുത്ത മൂവിയാണ്. അതിൻ്റെ എല്ലാ എഫേർട്ടും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ രീതിയിൽ വളരെ മനോഹരമായിട്ട് അവർ എടുത്തിരിക്കുന്നത്. അപ്പം ലിജിനും അതേപോലെ പ്രിയയ്ക്കും എൻ്റെ ടീമിനും ഓൾ ദ ബെസ്റ്റ്. ഇനി നല്ല രീതിയിൽ നല്ല മൂവീസ് എടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ കുട്ടിസാറയ്ക്ക് ഫാൻസാണ്. അപ്പോൾ കുട്ടിസാറയ്ക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നല്ല അടിപൊളി മൂവീസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ അല്ലേ? ഇതന്നെ പറയാനുള്ളത്. പറ മോന്റെ റിവ്യൂ പറ മോന്റെ. അപ്പോൾ ഗൈസ് എല്ലാരും പോയിട്ട് കാണണം. അപ്പോൾ പിന്നെ എല്ലാരും ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം. ബൈ ബൈ. അതാണ് ഹന്നക്കുട്ടി എന്നാ പറയുന്നത്? ഞങ്ങള് അത് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇതിനകത്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരുടെയും കൂടെ ഇരുന്ന സിനിമ ഞങ്ങള് അങ്ങനെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ലൈവ് റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. ഞങ്ങള് കുട്ടിസാറ് നമ്മുടെ കൂടെ ഇരുന്നാണ് കണ്ട മൂവി. അതേപോലെ അതിന്റെ ഫുൾ ക്രൂവിനെ കാണാൻ പറ്റി. ഒരുപാട് പേരോട് സംസാരിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലൊരു നമ്മളെ ഷോയ്ക്ക് വിളിച്ചതിന് പ്രത്യേകം താങ്ക്സ്. അപ്പം ഓൾ ദ ബെസ്റ്റ് എൻ്റെ ടീമിന്. ഇനിയും സെക്കൻഡ് പാർട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അതെ. അപ്പം ഇതുപോലെ ഇനി ഈ വീഡിയോ കാണുന്നവർ ഇനി നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അത് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എല്ലാവരും എല്ലാവരും പറയുന്ന പോലെ ഒന്നുകൂടെ കണ്ടാലും അതിന്റെ ഒരു ഇതുണ്ട്. അങ്ങനത്തെ ഇതില്ലാത്ത നല്ല ഭയങ്കര ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. മൂവി കണ്ട ഫീൽ നല്ലൊരു ആ ഫീലുണ്ട്. ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും എല്ലാം ഷോർട്സുകളും കാറിലുള്ള ഷോർട്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാറിലുള്ളതൊക്കെ നമുക്ക് നല്ല ഷോർട്സ് ആയിരുന്നു. അതേപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ത്രില്ല് ചെയ്യുന്ന മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്. എല്ലാവർക്കും ബൈ.
പറ മോൻ പറ അടിപൊളി മൂവിയാണ്, എല്ലാരും വന്ന് കാണണം. ബൈ. പറ മോൻ പറ